നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ചും അദ്ദേഹം എഴുതിയ സ്തോത്രകാവ്യമായ നാരായണീയത്തെക്കുറിച്ചുമാണ് പറയുന്നത് കേട്ടോ. ശ്രീനാരായണ ഭട്ടതിരി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ തിരുനാവായി ഗ്രാമത്തിൽ മേൽപ്പത്തൂർ ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ സംസ്കൃത പണ്ഡിതനും മഹാതാന്ത്രികനുമായ മാതൃദത്തൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അച്ഛനിൽ നിന്നാണ് അദ്ദേഹം ഈ എല്ലാ വിദ്യകളും പഠിച്ചത്. അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടി വിദ്യ അഭ്യസിക്കാനായിട്ട് മാധവാചാര്യൻ, ദാമോദരാചാര്യൻ, അതുപോലെ തന്നെ അച്യുതാചാര്യർ, 3 ആചാര്യന്മാരുടെ അടുത്ത് പോയിട്ട് പിന്നെയും കൂടുതലായിട്ട് സംസ്കൃത ഭാഷയിലെ ഓരോ ശാസ്ത്രങ്ങളും പഠിച്ചു. എല്ലാ ശാസ്ത്രങ്ങളിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യാകരണ ശാസ്ത്രമൊക്കെ പ്രക്രിയാ സർവസ്വം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മഹത്താണ്. ഇദ്ദേഹം വളർന്ന് കുറച്ചൊക്കെ വലുതായി നല്ല യുവത്വത്തിൽ അദ്ദേഹത്തിന് എൻ്റെ പഠിപ്പിനെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ സ്വയം മതിപ്പുണ്ടായിരുന്നു. ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ ഗുരുവായ അച്യുത പിഷാരടിക്ക് വാതരോഗം വന്ന് കിടപ്പിലായി. ഗുരുവിനെ ശുശ്രൂഷിക്കാനായിട്ട് മേൽപ്പത്തൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. കുറേ ദിവസം അവിടെ താമസിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഗുരുവിൻ്റെ വേദനയൊക്കെ കാണുമ്പോൾ, വാതരോഗം വന്ന നല്ല വേദനയായിരിക്കും, വേദനയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിചാരിക്കുത്രേ, മനസ്സിൽ പ്രാർത്ഥിക്കുത്രേ, ഈശ്വര, എൻ്റെ ഗുരുവിൻ്റെ രോഗം വേഗത്തിൽ തന്നെ ഭേദമാക്കണേ, അതെനിക്ക് തന്നോട്ടെ, ഗുരുവിനെ ഭേദപ്പെടുത്തണേ, എനിക്ക് കിട്ടിക്കോട്ടെ ആ രോഗം എന്ന് അദ്ദേഹം സ്വയം ഏറ്റെടുക്കാനായിട്ട് പോലും തയ്യാറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ഗുരുഭക്തിയാണ്. എന്തിനു പറയുന്നു, ഗുരുവിൻ്റെ രോഗം മാറി. അതിനുശേഷം ഇദ്ദേഹം വാതരോഗിയായി. അപ്പോൾ വീട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ കുറച്ച് നാൾ ഭജന ഇരിക്കാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടു ചെന്ന് അവിടെ ഇരുത്തി. അവിടെ നിന്ന് നാമം ചൊല്ലി അങ്ങനെ ഇരുന്നു. അപ്പോൾ മേൽപ്പത്തൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു അത്രേ. അദ്ദേഹം പോയി തുഞ്ചത്ത് എഴുത്തച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മേൽപ്പത്തൂരിന് വാതരോഗം വന്നു, അമ്പലത്തിൽ ഇപ്പം ഭജനത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എഴുത്തച്ഛൻ ഒരു കാര്യം പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടാനായിട്ട് അങ്ങോരോട് പറയൂ എന്ന്. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മഹാഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളായ ആദ്യത്തെ അവതാരം മീനാണ്. ആ മീൻ തൊട്ടുള്ള എല്ലാ അവതാരങ്ങളെയും പ്രകീർത്തിക്കാനാണ് പറഞ്ഞത്. അതിനാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മേൽപ്പത്തൂരിന് മനസ്സിലായി. മത്സ്യാവതാരം മുതൽ ഭഗവാനെ പ്രകീർത്തിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ ആ വാതിലങ്ങോട്ട് കടന്ന് നാലമ്പലത്തിലേക്ക് കടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള അവിടെ ഇരുന്ന് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട്, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ദിവസം 10 ശ്ലോകം വീതം ചൊല്ലാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ശ്ലോകം തന്നെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്ന് തുടങ്ങുന്ന ശ്ലോകം മുതൽ 10 ശ്ലോകം കൊണ്ട് അദ്ദേഹത്തെ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യങ്ങളെ അങ്ങനെ വർണ്ണിച്ച് പരമാത്മാവിൻ്റെ മഹാത്മ്യ വർണ്ണനയായിട്ട് ആദ്യത്തെ ദിവസം 10 ശ്ലോകം എഴുതാൻ പറ്റില്ല, എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്നു അത്രേ. ഇദ്ദേഹം ചൊല്ലും, അദ്ദേഹം എഴുതും. അങ്ങനെ എല്ലാ ദിവസവും അവിടെ വന്നിരുന്ന് 10 ശ്ലോകം വീതം ചൊല്ലിയിട്ട് ഭഗവാനെ ആരാധിച്ചു, ഉപാസിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ അടുത്തിരിക്കുന്ന അനുജൻ എഴുതി വയ്ക്കുകയും ചെയ്തു. എഴുതാൻ അദ്ദേഹത്തിന് പറ്റില്ലല്ലോ. 10 ശ്ലോകങ്ങളുള്ള ഒരു ഭാഗത്തിന് ദശകം എന്ന് പറയും. ദശാനാം സമാഹാരഹ ദശകം. 10ൻ്റെ ഒരു കൂട്ടത്തിന് ദശകം എന്ന് പറയും. 8ൻ്റെ കൂട്ടത്തിന് അഷ്ടകം എന്ന് പറയും. 9ൻ്റെ കൂട്ടത്തിന് നവകം എന്ന് പറയും. അതുപോലെ അങ്ങനെ ഓരോന്നും. അപ്പോൾ ഓരോ ദശകത്തിലും 10 ശ്ലോകം വീതം ഉണ്ടാവും. ചില ദശകങ്ങളിൽ 11, 12, 13 ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം പൂർത്തിയാക്കാനായിട്ട് ചിലപ്പോൾ 12, 13, 14 ശ്ലോകങ്ങൾ എഴുതേണ്ടി വരുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ
1, 2, 3 ദശകങ്ങളിൽ ഭഗവാന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചാണ് പറയണത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാക്കണേ, ഓരോന്നിൻ്റെ അവസാനം പറയും, ഇങ്ങനെയെല്ലാമുള്ള ഗുരുവായൂരപ്പ എൻ്റെ രോഗം ഭേദമാക്കണമേ, എനിക്ക് ആയുസ് തരണേ എന്നിങ്ങനെ ചൊല്ലും. അങ്ങനെ 100ാമത്തെ ദിവസമായി. അദ്ദേഹം 100ാമത്തെ ദശകം തുടങ്ങണ സമയത്ത് അവിടേക്ക് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? തൻ്റെ മുന്നിൽ ഒരു വലിയ പ്രഭ കാണുക, തേജസ്സാണ് കാണുന്നത്. തേജോനിബിഡ തര കലായവലീലോപനീയം അഗ്രേ പശ്യാമി, മുന്നിൽ ഞാൻ കാണുന്നു. അവിടെ ഇരുന്നാൽ കാണാൻ പറ്റും, ഭഗവാൻ ഇവിടെ ഇരുന്നാൽ അങ്ങനെ കാണാൻ പറ്റും. അഗ്രേ പശ്യാമി, ഞാൻ മുന്നിലിതാ കാണുന്നു. തേജോനിബിഡ, ഒരു വലിയ പ്രഭാവലയം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുകയാണ്. അതിൻ്റെ ഉള്ളിൽ നീലക്കാർ വർണ്ണനയും കാണുകയാണ്. കാല് രണ്ടും പിണച്ച് വെച്ച് ഓടക്കുഴലോതി തലയിൽ പീലിയ കുത്തിയ നമ്മുടെ ആ ഉണ്ണിക്കണ്ണനെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ എന്താ പറയുക, നേരിട്ട് കാണാൻ പറ്റുകയാണ്. അദ്ദേഹം ആദ്യം കണ്ടത് പീലിയാണ്. അവിടെ നിന്ന് അങ്ങനെ കണ്ട് 10ാമത്തെ ശ്ലോകമായപ്പോഴേക്കും പാദാരവിന്ദത്തിലെത്തി. അങ്ങയുടെ പാദാരവിന്ദങ്ങൾ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ, അങ്ങയുടെ അംഗങ്ങളിൽ ഏറ്റവും സുഭഗമായിട്ടുള്ള മുക്തിഭാക്കുകൾക്കുള്ള നിവാസമാണ്, മുക്തി കിട്ടിയവരുടെ താമസ സ്ഥലമാണ് അങ്ങയുടെ പാദാരവിന്ദം. ആ പാദാരവിന്ദത്തെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ച് ആയുരാരോഗ്യ സൗഖ്യം മേടിച്ച് അദ്ദേഹം കംപ്ലീറ്റ് രോഗമുക്തനായി എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു ശ്ലോകം കൂടി എഴുതുന്നുണ്ട്, അജ്ഞാത്വ തേ മഹത്വം. അതായത് അങ്ങയുടെ മഹത്വം അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞത്, അതെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. ഈ ഒരു സ്തോത്ര കാവ്യത്തിന് നാരായണീയം എന്ന് പറയുന്നു. ഭഗവാൻ നാരായണനെക്കുറിച്ച് വർണ്ണിച്ചതുകൊണ്ട്, നാരായണൻ്റെ ഭക്തികാവ്യമായതുകൊണ്ട് ഇത് നാരായണസ്യ ഇദം നാരായണീയം എന്ന് പേര് വരും. അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ നാരായണൻ എന്ന ഈ ഒരു എളിയവനാൽ രചിക്കപ്പെട്ടതുകൊണ്ട്, സ്തോത്രം ചെയ്യപ്പെട്ടതുകൊണ്ട്, എൻ്റെ ജന്മം നാരായണനായിട്ടാണല്ലോ, ആ നാരായണനാൽ രചിക്കപ്പെട്ടതുകൊണ്ട് അതിന് നാരായണീയമെന്ന്, ദ്വേധ നാരായണീയൻ, 2 വിധത്തിൽ നാരായണീയം എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സ്തോത്രകാവ്യം പാടിയിട്ട് അദ്ദേഹത്തിൻ്റെ രോഗം കംപ്ലീറ്റ് മാറിയെന്നും അദ്ദേഹം വീണ്ടും ഒരുപാട് കാലം ജീവിച്ചു. സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് പ്രായമായിട്ടാണ് മരിച്ചുപോയത്. അസുഖമുള്ള ആൾക്കാരുടെ രോഗം മാറാനായിട്ട് സിദ്ധ ഔഷധമാണ് നാരായണീയം എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ നമുക്കും ഈ നാരായണീയം പാടാം, ചൊല്ലാം, അർത്ഥം മനസ്സിലാക്കിയിട്ട് മെല്ലെ 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 ചൊല്ലാം. ഓക്കെ. ഓം ശ്രീകൃഷ്ണായ നമഃ. നാരായണീയം പ്രഥമസ്കന്ധം ദശകം 1 ഭഗവൻ മഹിമാനുവർണ്ണനം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സംസ്കൃതത്തിൽ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് അന്വയക്രമത്തിൽ ആണ് അർത്ഥം പറയേണ്ടത്. അന്വയക്രമത്തിലാക്കാൻ ആദ്യം പദം പിരിക്കണം. അപ്പം നമുക്ക് ഓരോ വാക്കുകളായിട്ട് എടുത്ത് പറയാം കേട്ടോ, പിരിച്ച് പറയാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്നാണ് ഒന്നാമത്തേത് പറയണത്. അതിനെ പിരിക്കുമ്പോൾ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. സാന്ദ്രാനന്ദാവബോധത്തിൻ്റെ ഓരോരോ വാക്കുകൾ എടുക്കുമ്പോൾ സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഉരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം
തത് താവത് ഭാതി തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഇതിലത്തെ ക്രിയാപദം ഒന്നേ ഉള്ളൂ കേട്ടോ. അത് ഭാതി എന്നാണ്. അവസാനത്തെ വരിയിൽ തത്താവത് ഭാതി എന്നില്ലേ, ഭാതി എന്നാണ് ക്രിയാപദം. ഭാതി എന്ന് വെച്ചാൽ ശോഭിക്കുന്നു എന്നർത്ഥം. ഭാതി ശോഭിക്കുന്നു. എന്താണ് ശോഭിക്കുന്നത്? തത്, തത് എന്ന് വെച്ചാൽ അത്. ഏത്? അതിന് തൊട്ട് മുകളിൽ ബ്രഹ്മതത്വം. തത് ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വം പരബ്രഹ്മത്തിൻ്റെ തത്വം, പരമാത്മാവിൻ്റെ തത്വമാണ് ഭാതി ശോഭിക്കുന്നു. എവിടെ? ഗുരുപവനപുരേ, ഗുരുപവനപുരത്ത്, ഗുരുവായൂരിൽ ശോഭിക്കുന്നു. എങ്ങനെ ശോഭിക്കുന്നു? സാക്ഷാത്, സാക്ഷാത് അക്ഷിക്ക് മുന്നിൽ, കണ്ണുകൾക്ക് മുന്നിൽ ശോഭിക്കുന്നു. നമ്മുടെ കൺമുന്നിൽ തന്നെ നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നർത്ഥം. ഹന്ത ഭാഗ്യം ജനാനാം. ഹന്ത ഹായ്, അത്ഭുതം തന്നെ. ജനാനാം ഭാഗ്യം, ജനങ്ങളുടെ ഭാഗ്യം. അത്ഭുതം തന്നെ. എന്താ അത്ഭുതം എന്ന് പറയാൻ കാരണം? പരബ്രഹ്മമായ തത്വമാണ്, പരമാത്മ തത്വമാണ്. അതത്ര എളുപ്പമൊന്നുമല്ല അത് കണ്ടെത്താനായിട്ട്. പക്ഷെ അതിവിടെ ഗുരുവായൂരിൽ നമുക്ക് നേരിട്ട് കാണാം എന്നാണ് കവി പറയണത്. അതാണ് അവിടുത്തെ ജനങ്ങളുടെ, എന്നുവെച്ചാൽ അത് കാണാൻ പറ്റുന്ന ജനങ്ങളുടെ ഭാഗ്യം എന്ന് കവി ഇത്ര സന്തോഷത്തോടെ അത്ഭുതത്തോടു കൂടി പറയാണ്. ഹന്ത, അത്ഭുതം തന്നെ. പരമാത്മ തത്വത്തെ കണ്ടെത്താൻ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ആർക്കും അത് പ്രാപിക്കാൻ എളുപ്പമല്ല. എങ്ങനെയുള്ളതാണ് ആ പരബ്രഹ്മതത്വം? സാന്ദ്ര ആനന്ദ അവബോധാത്മകമാണ്. സാന്ദ്രമായ ആനന്ദവും അവബോധവും ഇവയുടെ രൂപത്തോടു കൂടിയതാണ് ഈ പരബ്രഹ്മതത്വം. സാന്ദ്രമായ എന്ന് വെച്ചാൽ ഇടതൂർന്ന, സാന്ദ്രമായ, കട്ടിയായ, ഘനീഭവിച്ച എന്നൊക്കെ അർത്ഥമുണ്ട് സാന്ദ്രം. സാന്ദ്ര ആനന്ദം. ആനന്ദം സാന്ദ്രമായാൽ എങ്ങനെ? ആനന്ദം എന്ന് വെച്ചാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷപ്രദമായ ഒരു പ്രതിഭാസമാണ് ആനന്ദം എന്ന് പറയുന്നത്. അതൊക്കെ കൂടി അങ്ങോട്ട് ഘനീഭവിച്ചാൽ, ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നാൽ, ഒരു കട്ടിയായിട്ട് ഒന്നിച്ചോടെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആനന്ദം മാത്രമല്ല, അവബോധം. അവബോധം എന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനം എന്നർത്ഥം. അതും ലോകമൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്നതാണ് വിജ്ഞാനം. അത് എടുക്കാൻ എളുപ്പമല്ല. നമുക്ക് സാവധാനം കുറച്ചായിട്ട് നമ്മൾ എടുക്കണം. അതൊക്കെ കൂടി ഘനീഭവിച്ച് ഒരു രൂപത്തിലൂടെ വന്നിരിക്കുകയാണ്. സാന്ദ്രമായ ആനന്ദത്തിൻ്റെയും അവബോധത്തിൻ്റെയും രൂപത്തിൽ, ആനന്ദവും അവബോധവും ഒരു സാന്ദ്രീകരിച്ച ഒരു കട്ടിയായ രൂപത്തിലുള്ളതാണ് ഈ ബ്രഹ്മതത്വം. പിന്നെന്താണ് അതിൻ്റെ വിശേഷണം? വേറെ അനുപമിതം. ഉപമിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് വേറൊന്നെന്ന് പറയാൻ പറ്റില്ല. സാന്ദ്ര ആനന്ദ അവബോധാത്മകമായിട്ടുള്ള ആ ബ്രഹ്മതത്വം അനുപമിതമാണ്. ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് മറ്റത്, വേറൊന്ന് എന്ന് പറയാൻ സാധിക്കില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇതുപോലെ എന്നർത്ഥം. പിന്നെ കാലദേശാവധിഭ്യാം നിർമുക്തം. കാലം, ദേശം ഇവയുടെ അവധികളിൽ നിന്ന് നിർമുക്തമാണ്. ഇത്ര കാലത്ത് മാത്രമേ ഇത് ഇവിടെ ഉള്ളൂ എന്നില്ല. അതുപോലെ ദേശാവധി, ദേശത്തിനും അവധിയില്ല. ഇത്ര ദേശത്ത് മാത്രമേ ഇത് വ്യാപിച്ചിരിക്കുന്നു. ഈ പരബ്രഹ്മത്തിന് കാലവും ഇല്ല, ദേശവും ഇല്ല. കാലത്തിനും ദേശത്തിനും നിർമുക്തമാണ്, അതീതമാണ്, അനാദിയാണ്, അനന്തമാണ് ആ ബ്രഹ്മതത്വം. നിത്യമുക്തം, അതായത് ഈ ലോകത്തിൽ കാണുന്ന മായാ പ്രപഞ്ചത്തിൽ നിന്നും മായകളിൽ നിന്നൊക്കെ നിത്യമുക്തമാണ്. പിന്നെയോ നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമം എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം. ശതം 100, സഹസ്രം 1000. നിഗമ ശതസഹസ്രേണ, ശതസഹസ്രം നിഗമങ്ങൾ കൊണ്ട്, 100,000 എന്നുവെച്ചാൽ എണ്ണമറ്റ അസംഖ്യം നിഗമങ്ങൾ കൊണ്ട്. നിഗമം വേദം, വേദവാക്യങ്ങൾ കൊണ്ട്, ഉപനിഷദ് വാക്യങ്ങൾ കൊണ്ട്, 100 കണക്കിന് അല്ലെങ്കിൽ എണ്ണമറ്റ ഉപനിഷദ് വാക്യം കൊണ്ട് നിർഭാസ്യമാനമാണ്. നിർഭാസ്യമാനം വെച്ചാൽ പ്രശോഭിക്കപ്പെടുന്നതാണ്, ശോഭിക്കപ്പെടുന്നതാണ്, വ്യക്തമാക്കി തരുന്നതാണെന്നർത്ഥം. പരബ്രഹ്മത്തിൻ്റെ തത്വം അറിയാനായിട്ട് ഉപനിഷദ് വാക്യങ്ങളിലൂടെയാണ് സാധിക്കുക. അങ്ങനെയുള്ള പരബ്രഹ്മം. പിന്നെ അസ്പഷ്ടം. എത്ര നമുക്ക് പറഞ്ഞു തന്നാലും അത് അസ്പഷ്ടമാണ്, മനസ്സിലാക്കാൻ പറ്റില്ല, വ്യക്തമല്ല. എത്ര നമുക്ക്
നിഗമ ശതസഹസ്രം കൊണ്ട് 100,000 വേദവാക്യങ്ങൾ കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കി തന്നാലും ഇടയ്ക്ക് നമുക്ക് അതിൽ സംശയങ്ങൾ വരും. അസ്പഷ്ടം, വ്യക്തമല്ലാതിരിക്കുന്നതും. എന്നാൽ ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ദൃഷ്ടമാത്രേ, ഒന്ന് കണ്ടാൽ മതി, ആ കാണുന്ന മാത്രയിൽ തന്നെ പുനരൊരു പുരുഷാർത്ഥാത്മകം, പുനഃ പിന്നെ എന്നർത്ഥം. ഒരു പുരുഷാർത്ഥാത്മകം, ഒരു എന്ന് വെച്ചാൽ വലിയ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷാർത്ഥം. പുരുഷാർത്ഥങ്ങൾ 4ആണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥവും കാമമൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്, പക്ഷെ മോക്ഷം അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. അപ്പോൾ ഏറ്റവും വിശിഷ്ടമായ പുരുഷാർത്ഥം മോക്ഷമാണ്. പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ നമുക്ക് സാധിച്ചു തരുന്നതാണ് എന്നർത്ഥം. തത് താവത് ഭാതി, അത് അവിടെ ശോഭിക്കുന്നു. സാക്ഷാത് ഗുരുപവനപുര, ഇവിടെ ഗുരുപവനപുരത്തിൽ. നമുക്ക് അന്വയക്രമം ഒന്ന് നോക്കാട്ടോ, എന്നിട്ട് പറയാം. നോക്കൂ, സാന്ദ്ര ആനന്ദാവബോധാത്മകം, സാന്ദ്രമായ ആനന്ദത്തിൻ്റെയും അവബോധത്തിൻ്റെയും രൂപത്തിലുള്ളതും, അനുപമിതം, ഉപമിക്കാൻ പറ്റാത്തതും, കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിനോ ദേശത്തിനും അതീതവും, നിത്യമുക്തം, ഈ പ്രപഞ്ചത്തിലെ മായകളിൽ നിന്നൊക്കെ മുക്തമായതും, നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം, അസംഖ്യം വേദവാക്യങ്ങളാൽ നിർഭാസ്യമാനം, വ്യക്തമാക്കപ്പെടുന്നതും, എന്നാൽ അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തതും, ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം, പുനഃ പിന്നെ, ദൃഷ്ടമാത്രേ കാണുന്ന മാത്രയിൽ തന്നെ, ഒരു പുരുഷാർത്ഥാത്മകം പരമപുരുഷാർത്ഥത്തെ ലഭിക്കുന്നതും ആയ തത് ബ്രഹ്മതത്വം, ആ ബ്രഹ്മതത്വം, ആ പരബ്രഹ്മം, ആ ഈശ്വരൻ, വിശ്വവ്യാപിയായ ഈശ്വരൻ, സർവജ്ഞനായ ഈശ്വരൻ, സർവ ആനന്ദപ്രദനായ ഈശ്വരൻ എന്നൊക്കെ പറയാം അല്ലേ. ആ ഈശ്വരൻ ഗുരുപവനപുരേ, ഗുരുപവനപുരത്തിൽ, ഗുരു എന്ന് വെച്ചാൽ അറിയാം, ഗുരു അല്ലേ, ഗുരു തന്നെ. പവന വെച്ചാൽ വായു, കാറ്റ്. പുരം എന്ന് വെച്ചാൽ പട്ടണം, ഊര്, ദേശം എന്നൊക്കെ പറയും. ഗുരുപവനപുരേ, ഗുരുവായൂരിൽ, ഗുരുവായൂപുരത്തിൽ, ഗുരുവായൂരിൽ സാക്ഷാത് ഭാതി, അക്ഷിക്ക് മുന്നിൽ, നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ ശോഭിക്കുന്നു, നമുക്ക് കാണാൻ പറ്റുന്നു. ജനാനാം ഭാഗ്യം ഹന്ത, ഹന്ത അത്ഭുതം തന്നെ, ജനങ്ങളുടെ ഭാഗ്യം. അർത്ഥം വ്യക്തമായി എന്ന് തോന്നുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം.